സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് എന്റെ കേരളം പ്രദർശനമേള വിജയകരമായി ഇങ്ങനെ പ്രദർശനം തുടരുകയാണ് കോട്ടയത്ത്. ഇവിടെ ഏറ്റവും തിരക്കേറിയ സ്റ്റോൾ ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. അത് കായികമേള നടക്കുന്ന ഈ കായിക കേരളം എന്ന സ്റ്റോളാണ്. ഇവിടെ നമ്മളെ വരവേൽക്കാൻ ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടി ഗെയിംസ് ഉണ്ട്. അവധിക്കാലമായതുകൊണ്ട് തന്നെ കുട്ടികളുടെ വലിയൊരു തിരക്കാണ്. നിങ്ങളൊക്കെ സ്പോർട്സ് കേരളത്തിന്റെ ഭാഗമാണോ? എന്താ, ഏത് സ്പോർട്ടാ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? അത്ലറ്റിക്സ്. സ്റ്റോളില് ഏതാ നിങ്ങളുടെ ഐറ്റം? ഞങ്ങളെല്ലാം ചെയ്യും, ഫുട്ബോളും പിന്നെ ബാസ്കറ്റിങ്ങും പിന്നെ ഷൂട്ടറിങ്ങും. അപ്പൊ അവധിക്കാലമായതുകൊണ്ട് ഇഷ്ടം പോലെ കുട്ടികൾ വന്നിട്ടുണ്ട്, പല ഏജിലുള്ളവരുണ്ട്. അവരെ എന്തൊക്കെയാ ചെയ്യിപ്പിക്കാറ്? കൂടുതൽ ഈ ഗോൾ പോസ്റ്റ് ഗോൾ ചെയ്തിട്ടും പിന്നെ ബാസ്കറ്റ് വലിയവരൊക്കെയാ കൂടുതലും ആർച്ചറിങ്ങിന് വരുന്നത്. പിന്നെ ഏറ്റവും ചലഞ്ചിങ് ഏതാ ഇതിൽ? ചാലഞ്ചിങ് ആണ്ടാകും ആർച്ചറിങ്ങും പിന്നെ ഇലക്ട്രിക്കൽ, അത് രണ്ടെണ്ണമാണ് ചാലഞ്ചിങ് വരുന്നത്. പിന്നെ ഹെവി ബോർഡും. ഇതൊക്കെ ചെയ്ത് സമ്മാനം മേടിച്ചവരുണ്ടോ? ഉണ്ട്, കുറെ പേര്. അപ്പൊ ഞങ്ങൾ ചെയ്തിട്ട് വിജയിക്കുവാണെങ്കിൽ സമ്മാനം തരും. അപ്പൊ അങ്ങനെയാണ് ആകർഷകമായ സമ്മാനങ്ങളും ഇവിടെ എത്തുന്ന കുട്ടികളെ തേടുന്നുണ്ട്. ബാസ്കറ്റ് ബോൾ ഉണ്ട്, 5 ചാൻസ് വരും. അതിൽ 3 തവണ അടുപ്പിച്ച് ബാസ്കറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. അപ്പൊ തിമോത്ത് അത്യാവശ്യം നന്നായി തന്നെ ബാസ്കറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4-5 തവണ ബാസ്കറ്റ് ചെയ്ത് കാണും അല്ലേ? ശരിക്കും അത്ലറ്റ് ആണോ? ഏതാ, 100 മീറ്റർ ആണോ? അല്ല, 80 മീറ്റർ ഹഡിൽസ്, ലോങ് ജമ്പ്. അപ്പൊ ഇവിടെ സ്പോർട്സ് താരങ്ങളായ കുട്ടികൾ തന്നെയാണ് എല്ലാം വോളണ്ടിയർ ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന കുട്ടികളെല്ലാം തന്നെ അവരെ വരവേൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. വിജയിക്കുന്നവർക്ക് മത്സരങ്ങളുണ്ട്, സമ്മാനങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇവിടുത്തെ സന്നാഹങ്ങൾ. ഇവിടെ ഒരു കൊച്ചുകുട്ടിക്ക് ആർച്ചറി ചെയ്യുന്നുണ്ട്. അപ്പൊ അവധിക്കാലം ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാഴ്ചകളുമുണ്ട്. കുട്ടികൾക്ക് ഇതൊരു ആനന്ദകരമായ വേള കൂടിയാണ്. എങ്ങനെയുണ്ട്, രസമുണ്ടോ സംഭവം? കുട്ടികളൊക്കെ പുലികളാണ്. എല്ലാവരും ഇതിലെല്ലാം തന്നെ ആവേശത്തോടെ പങ്കാളികളാകുന്നുണ്ട്. അങ്ങനെ ഓരോന്നിലും ഇങ്ങനെ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്കിടയിലും കലാകാരന്മാർ മാത്രമല്ല കായിക താരങ്ങളുടെയും ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മേളകളിൽ എത്തുമ്പോൾ അവർ ആ തരത്തിലുമൊക്കെ മെച്ചപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. മാതാപിതാക്കൾ ഒരുപാട് പേരുണ്ട്. അവരുടെ കുട്ടികളെ എല്ലാം തന്നെ വേണ്ട രീതിയിൽ എല്ലാ കളിസ്ഥലങ്ങളിലും എത്തിക്കുന്നുമുണ്ട്. ആർച്ചറി പഠിപ്പിക്കുകയാണോ? അവളെ കാര്യത്തിലൊക്കെ സ്മാർട്ടാ, ചുമ്മാ നോക്കാൻ തോന്നുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് കൊണ്ടുവന്നാണോ? വെക്കേഷൻ ആയിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗമാണ്, അപ്പൊ എല്ലാം ഒന്ന് ഫാമിലി ആയിട്ടൊന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോൾ ഇതാണോ? തുടങ്ങിയതേ ഉള്ളൂ. എനിക്കിത് പ്രശ്നം അടക്കം കുറേയേറെ കാര്യങ്ങൾ കാണാനുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ് ആൾക്കാർക്ക് എല്ലാവർക്കും. അപ്പം കുടുംബം അടക്കം എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വെക്കേഷൻ സമയത്ത് ഇങ്ങനെ തുടങ്ങിയത് അടിപൊളിയായിട്ട് ഭയങ്കര ഒരു സംഭവമാണ്. മാത്രമല്ല ഗവൺമെന്റിന്റെ കാര്യങ്ങൾ എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ ഒരു തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യും. തീർച്ചയായും അവധിക്കാലം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ പല സൗകര്യങ്ങളുമുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ്. നമ്മൾ എപ്പോഴും വന്നാലും ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്റ്റോൾ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് ഈ കായികമേള നടക്കുന്ന സ്റ്റോൾ തന്നെയാണെന്ന് പറയും. ചെറിയ കുട്ടികളുണ്ട്, പ്രായഭേദമില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ എല്ലാവരും എത്തുന്നുണ്ട്. ഷട്ടിൽ കളിക്കുന്നുണ്ട്, ഹൂല ഹൂപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാതരം പരിപാടികളിലും ആക്റ്റീവായി പങ്കെടുത്ത് വളരെ സന്തോഷത്തോടെ മടങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോൾ തന്നെയാണ് ഈ കായിക കേരളം എന്ന എന്റെ കേരളം പ്രദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റോള്. ഇവിടെ ഇനിയും എത്താത്തവരുണ്ടെങ്കിൽ എത്തുക. 30-ാം തീയതി വരെ ഈ സ്റ്റോൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എത്തി സമ്മാനങ്ങളൊക്കെ വാങ്ങി സന്തോഷത്തോടെ മടങ്ങാൻ കഴിയും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.